തൃശൂർ താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. പ്രഭാകരനാണ് മരിച്ചത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സൂരജ്, ഇത് എപ്പോഴാണ് പ്രഭാകരൻ കാട്ടാനയുടെ ആക്രമണത്തിനിരയായത്? എവിടെ വെച്ചായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ 8:30 ഈ പ്രഭാകരൻ കാട്ടാനാക്രമണത്തിന് ഇരയാകുന്നത്. അമ്പഴച്ചാലിൽ എത്തിയപ്പോൾ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പ്രഭാകരൻ കാട് കയറുന്നത്. പീച്ചി റേഞ്ചിന് കീഴിലുള്ള അമ്പഴച്ചാലിൽ ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമ്പഴച്ചാലിലേക്ക് ഇവർ 7 മണിയോടുകൂടി പോകുന്നു. 8:30 ആകുമ്പോഴേക്ക് ഈ അമ്പഴച്ചാലിൽ വെച്ച് ഒരു കാട്ടാന ഈ പ്രഭാകരന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പ്രഭാകരനൊപ്പം മകൻ മണികണ്ഠൻ, മരുമകൻ ലിജോ എന്നിവരും ഉണ്ടായിരുന്നു. മണികണ്ഠനും ലിജോയും ഓടി രക്ഷപ്പെട്ടെങ്കിലും പ്രഭാകരന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടു. ഇതോടുകൂടിയാണ് ഈ കാട്ടാന പ്രഭാകരനെ ആക്രമിച്ചത്. പിന്നീട് ഈ മകനും മരുമകനും കാടിന് പുറത്തു വന്ന ഈ വിവരം പറയുമ്പോഴാണ് വനംവകുപ്പ് അടക്കം ഈ വിവരം അറിയുന്നത്. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ വനത്തിലെത്തിയപ്പോൾ ഈ മൃതദേഹം വനത്തിന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഗോപികൃഷ്ണൻ, ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ പ്രദേശത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ആ പ്രദേശത്ത് സാധാരണ കാട്ടാന എത്തുന്ന ഒരു സ്ഥലമാണോ ഇവർ പോയ സ്ഥലം? ഗോപികൃഷ്ണൻ, ഈ ചൂട് കൂടിയതോടുകൂടി ഈ മേഖലയിലേക്ക് അടക്കം കാട്ടാന ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ പറയുന്നത് ഇവർ സ്ഥിരമായി പോകുന്ന മേഖലകളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അനുഭവപ്പെടുന്നതെന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഇത് വനമാണ്, വനത്തിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്ന വിവരം. 7 മണിയോടുകൂടിയാണ് ഈ തേനും മറ്റും ശേഖരിക്കുന്നതിന് വേണ്ടി പ്രഭാകരൻ ഈ കുടുംബത്തോടൊപ്പം പോകുന്നത്. കുടുംബം മകൻ മണികണ്ഠൻ ഉണ്ടായിരുന്നു, മരുമകൻ ലിജോ ഉണ്ടായിരുന്നു. ഇവർ വനത്തിലേക്ക് കയറി 8:30 ഈ അമ്പഴച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്ന സമയത്താണ് ഇവർക്ക് മുന്നിൽ ഒരൊറ്റയാൻ വരുന്നത്. ഈ ആനയെ കണ്ട മകൻ മണികണ്ഠനും അതോടൊപ്പം തന്നെ മരുമകൻ ലിജോയും ഓടി മാറി. പക്ഷേ പ്രഭാകരൻ ഈ ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആന കൊമ്പുകൊണ്ട് പ്രഭാകരനെ കുത്തി എന്നതാണ് നമുക്ക് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് പേടിച്ചോടിയ മകനും മരുമകനും ഈ പുറത്തു വന്ന വിവരങ്ങൾ പറയുന്നു നാട്ടുകാരോട്. നാട്ടുകാരാണ് പിന്നീട് ഈ വിവരം വനംവകുപ്പിനെ അടക്കം അറിയിക്കുന്നത്. വനംവകുപ്പ് എത്തി ഇപ്പോൾ ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് കണക്കെടുക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചക്കിടെയുണ്ടായ തുടർച്ചയായി സംസ്ഥാനത്ത് ഈ കാട്ടാനാക്രമണത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഒടുവിലത്തെ സംഭവമായി പീച്ചിയിലേത് കൂടി മാറുന്നു എന്നുള്ളതാണ് ഈ സങ്കടകരമായിട്ടുള്ള കാര്യം. കൂടി ശരി, സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.